പുരുഷനിൽ സ്ത്രീയുണ്ട്, സ്ത്രീയിൽ പുരുഷനുണ്ട്. വികാരങ്ങൾ, സ്ത്രൈണത, പുരുഷനിൽ സ്ത്രീയുണ്ട്. കറക്റ്റ് എന്ന് പറയുന്നു അല്ലേ? വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ഇവിടെ താൻ ഉദ്ദേശിച്ച വികാരമല്ല ഞാൻ ഈ പറയുന്ന വികാരം. താൻ എന്ത് വികാരത്തെ പറ്റിയാ പറയുന്നത്, ഞാൻ എന്ത് വികാരത്തെ പറ്റി പറയുന്നത്? അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്നതും നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ഒന്നുമല്ല ഞാൻ പറയുന്നത്. വികാരം എന്ന് പറയുന്നത് കാമം, ക്രോധം, മോഹം, ദേഷ്യം, പക, വാശി, പിടിവാശി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികാരം വേറെ, ഞാൻ ഉദ്ദേശിക്കുന്ന വികാരം വേറെ. നമ്മൾ രണ്ടു കൂട്ടരും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അവിടെ എന്താണ് പറയുന്നതെന്ന് എനിക്കും അറിയില്ല. ആ വികാരങ്ങളെ നമുക്ക് വർണ്ണിക്കാനും കഴിയില്ല. അപ്പൊ കരച്ചിലൊരു വികാരമാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ദേഷ്യം ഒരു വികാരമാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികാരം എന്താണെന്ന് എനിക്കറിയില്ല. പുഞ്ചിരി ഒരു വികാരമാണ്, പൊട്ടിച്ചിരി ഒരു വികാരമാണ്. അങ്ങനെ ഓരോന്നും. പക്ഷെ നിങ്ങൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തു തരം വികാരങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ് എപ്പോഴും ഗുരു നാഗ സൈരന്ദ്രി ദേവിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അറിയാവോ? നീ ഒന്ന് ചിരിച്ച്, മുന്നില് പല്ലില്ല, അതിനെന്താ? അങ്ങനെ പല്ലില്ലെങ്കിൽ എന്താ? അത് വലിയ പോരായ്മയാണോ? അത് താനെന്തിനാണോ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? തനിക്ക് ഇങ്ങനെ പല്ലില്ലാത്ത അവസ്ഥ വരും. എത്രയോ മനുഷ്യർക്ക് പല്ലില്ലാതെ വരുന്നുണ്ട്. എന്റെ പല്ല് കഴിഞ്ഞ ദിവസം അടർന്നു പോയി. അതെന്തോ എന്തെങ്കിലും വലിയ കൊലക്കുറ്റമാണോ? പല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ? എന്ത് പൊട്ടത്തരമാണോ താൻ ഇവിടെ വന്ന് എഴുതി വെക്കുന്നത്? ഇവിടുത്തെയും മുൻവശത്തെ പല്ലിന് ഗ്യാപ്പ് വീണ്, അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു വിടവ് ഉണ്ടായി, അതിന് എനിക്ക് എന്നോട് ഇങ്ങനെ ചിരിക്കുന്നാണ് ഈ പല്ലിന് ഗ്യാപ്പ് ഉണ്ടാകുന്നു. അത് എന്റെ മുഖത്തല്ലേ?